ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തു വച്ചിട്ടുള്ള ഒരു പൈത്തൺ പ്രൊജക്റ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് സിസ്റ്റമൊക്കെ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഓൺ ചെയ്ത് ആ ഒരു പ്രൊജക്റ്റിലേക്ക് വീണ്ടും എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ആ പ്രൊജക്റ്റ് എങ്ങനെയാണ് ഓൺ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് എങ്ങനെയൊക്കെ നമുക്കതിൽ കോഡ് ചെയ്യാം, എന്തൊക്കെ അതിൽ ഓപ്പൺ ആക്കണം, എന്തൊക്കെ അതിൽ റെഡി ആക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ്, ന്യൂ പ്രൊജക്റ്റ് എന്ന ഒരു ഫോൾഡർ നമുക്ക് ഡെസ്ക്ടോപ്പിൽ കാണാം. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് വായിച്ചതിന് ശേഷം ഈ വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ ന്യൂ ഫോൾഡർ എന്ന ഫോൾഡർ കാണാം, അത് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ 2 ഫയലുകൾ നമുക്ക് കാണാം, env ഉണ്ട്, e-commerce ഉണ്ട്. അപ്പം ആ ഒരു അഡ്രസ് ബാറിൽ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി cmd എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം, അതിൽ ന്യൂ പ്രൊജക്റ്റ് എന്നതിലാണ് കമാൻഡ് പ്രോംപ്റ്റ് ഓൺ ആയി കിടക്കുന്നത്. ഡെസ്ക്ടോപ്പിലെ ന്യൂ പ്രൊജക്റ്റ് എന്ന ഫോൾഡറിൽ ആയിട്ടാണ് കമാൻഡ് പ്രോംപ്റ്റ് ഓൺ ആയി നിൽക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു പാത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ന്യൂ പ്രൊജക്റ്റ് ആണുള്ളത്. ഈ ന്യൂ പ്രൊജക്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആദ്യം ചെയ്യേണ്ടത് env എന്ന എൻവയോൺമെൻറ്റ്, വിർച്വൽ എൻവയോൺമെൻറ്റ് നമുക്ക് ഓപ്പൺ ആക്കണം, ആക്റ്റീവ് ആക്കണം. അതിന് വേണ്ടി ആ ഒരു ഫോൾഡറിലേക്ക് കയറണം. അത് നമ്മൾ cd ചേഞ്ച് ഡയറക്ടറി ഉപയോഗിച്ച് envയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, envൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ആ envയിൽ നമുക്കറിയാം സ്ക്രിപ്റ്റ്സ് എന്നൊരു ഫയലുണ്ട്, ഫോൾഡറുണ്ട്. ആ ഫോൾഡറിലേക്ക് നമ്മൾ കയറണം. ആ cd സ്പേസ് സ്ക്രിപ്റ്റ്സ് വെച്ച് അതിലേക്ക് കയറി അങ്ങനെ സ്ക്രിപ്റ്റ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ നിലവിലെ വിർച്വൽ env ആക്ടിവേറ്റ് ചെയ്യുന്നത് സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണ്. ആ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ആക്ടിവേറ്റ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യും, അതിൻ്റെ എൻ്റർ അടിക്കും. അതോടുകൂടി നമ്മളെ വിർച്വൽ env ആക്ടിവേറ്റ് ആവും. നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. ആ ഒരു പാത്തിൻ്റെ ഏറ്റവും മുൻപിൽ നോക്കിയാൽ നമുക്ക് കാണാം env ബ്രാക്കറ്റിൽ കാണാം. അത് ആ വിർച്വൽ എൻവയോൺമെൻറ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു വിർച്വൽ env ഓൾറെഡി അതിലുണ്ട്, env എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിർച്വൽ. അതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിനെ വീണ്ടും നമ്മൾ ഓഫാക്കിയതിന് ശേഷം വീണ്ടും എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വരണം. അത് നമ്മൾ cd ഡോട്ട് വെച്ച് നേരെ നമ്മുടെ e-commerceൽ വന്ന് വീണ്ടും അത് ഉപയോഗിച്ച് നമ്മുടെ ന്യൂ പ്രൊജക്റ്റിലേക്ക് നമ്മൾ വീണ്ടും വന്നു. അത് ഈ ഒരു പാർട്ടിലേക്ക് നമ്മൾ നേരത്തെ ഓപ്പൺ ആക്കിയ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഓപ്പൺ ആക്കിയ ആ ന്യൂ പ്രൊജക്റ്റ് എന്ന ഫോൾഡറിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വന്ന് അതിനുശേഷം അതിൽ e-commerce എന്നുള്ളതാണ് നമ്മളെ പ്രൊജക്റ്റ് നെയിം. cd സ്പേസ് e-commerce എന്ന് അടിച്ചിട്ട് e-commerceലേക്ക് കയറി. ആ പാത്ത് നോക്കിയാൽ മനസ്സിലാവും, ഡെസ്ക്ടോപ്പ്, ന്യൂ പ്രൊജക്റ്റ്, e-commerceലെത്തി. ഈ e-commerceലെത്തിയതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കാം. ആ പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കാൻ നമ്മൾ ഒരു കമാൻഡ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, പൈത്തൺ manage.py റൺ സെർവർ എന്ന കമാൻഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊജക്റ്റിന് നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. അത് വെച്ചതിന് ശേഷം എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് പ്രോസസ്സ് കാണിക്കും. അതിൽ നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൻ്റെ അഡ്രസ്സും ആ പോർട്ട് നമ്പറൊക്കെ വന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു എററും ഇല്ലാതെ വർക്ക് ചെയ്യേണ്ടതെന്ന് അർത്ഥം. നമുക്ക് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ ബ്രൗസറിലൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ബ്രൗസറിൽ കോപ്പി പേസ്റ്റ് അടിച്ച് അതിന് ശേഷം അതിൻ്റെ പാത്ത് കൃത്യമായിട്ട് കൊടുക്കണം. / കൊടുത്ത് ഇൻഡെക്സ് എന്നായിരുന്നു നമ്മുടെ പേര്, ഇൻഡെക്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കും. നമ്മുടെ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എന്താണ്, നേരത്തെ നമ്മൾ ചെയ്തു വെച്ച പ്രൊജക്റ്റ് നമ്മൾ എന്താണ് വീണ്ടും റൺ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ക്ലോസ് ചെയ്തതിന് ശേഷം എങ്ങനെ റൺ ചെയ്യിപ്പിക്കും, ഈ ഒരു പ്രോസസ്സിൽ നിന്ന് പുറത്തു വേണ്ടി Ctrl+C അടിച്ചു കഴിഞ്ഞാൽ നേരെ വീണ്ടും കമാൻഡിലേക്ക് വരും. ഇത് നമ്മുടെ ഇതിൻ്റെ കോഡ്, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച പ്രോഗ്രാമിൻ്റെ പ്രൊജക്റ്റിൻ്റെ കോഡ് ഓപ്പണായി വരാൻ വേണ്ടി VS കോഡിലാണ് ഓപ്പൺ ആക്കുന്നത്. ഓപ്പണായി വരാൻ വേണ്ടി കോഡ് സ്പേസ് ഡോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഓപ്പണായി വരും. ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ e-commerce എന്നുള്ള പ്രൊജക്റ്റും ഉണ്ട്, കോമൺ എന്നുള്ള പ്രൊജക്റ്റും ഉണ്ട്. കോമൺ എന്നുള്ള ആപ്പുണ്ട്. ഈ കോമൺ എന്നുള്ള ആപ്പിൽ index.html എന്നുള്ളൊരു പേജാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ പുതിയൊരു പേജ് ഉണ്ടാക്കിയിട്ട് ആ ഒരു പേജ് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. index.htmlനെയും അതുപോലെ പുതിയൊരു പേജ് കാർട്ട് എന്നൊരു പേജ് നമ്മൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ പേജുകൾ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം, 2 പേജ് ഉണ്ടാക്കി ഓരോ പേജിനും വർക്ക് ചെയ്യിപ്പിച്ച് ഈ പേജുകൾ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ index.html ഉണ്ട്. ടെംപ്ലേറ്റ്സിൽ കോമൺ ടെമ്പ് എന്നതിലാണ് index.html ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യാണ്, ടെംപ്ലേറ്റ്സിലെ കോമൺ ടെമ്പ് എന്നുള്ളിടത്ത് പുതിയൊരു വെബ് പേജ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാണ്. cart.html എന്നുള്ള പേരിൽ കോമൺ എന്നുള്ള ആപ്പിൽ ആ ഒരു ഫോൾഡറിൽ കോമൺ ടെംപ്ലേറ്റ്സിൽ നമ്മൾ പുതിയൊരു HTML പേജ് ക്രിയേറ്റ് ചെയ്യാണ് cart.html.
അത് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഹെഡിങ് എന്നുള്ള നിലക്ക് ഒരു H1 കാർട്ട് എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ cart.html ക്രിയേറ്റ് ചെയ്തു. ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ എന്തുണ്ട്, നമ്മുടെ ആപ്പിൻ്റെ URLലും ആപ്പിൻ്റെ വ്യൂസിലും നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ആപ്പിൻ്റെ URL വരികയാണ്. ആപ്പിൻ്റെ urls.py വരുന്നു. എന്നിട്ട് ആപ്പിൻ്റെ URL എന്ത് ചെയ്യണം, ഓൾറെഡി പിന്നെ പ്രൊജക്റ്റിൻ്റെ URL നിന്ന് ആപ്പിൻ്റെ URLിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ പാത്ത് കൊടുത്താണ്. കാരണം ആപ്പിലേക്ക് എന്തായാലും എത്തിയിട്ടുണ്ടല്ലോ, കാരണം ആപ്പിൽ index.html ഉണ്ട്, അതുകൊണ്ട് ഓൾറെഡി ആപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ദെൻ ആപ്പിൻ്റെ URL നിന്ന് ഈ ഒരു cart.html പാത്തും കൂടി നമ്മൾ സെറ്റ് ചെയ്യണം. index.html സെറ്റ് ചെയ്ത് നമുക്ക് സ്ക്രീനിൽ കാണാം. അതുപോലെ cart.html കൂടി നമ്മൾ സെറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു index.html അതേ പാത്ത് ഞാൻ കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് പേര് കാർട്ട് എന്ന് കൊടുത്ത്, ദെൻ അതിൻ്റെ ഒരു ഫംഗ്ഷൻ കോമൺ ഹോം ആയിരുന്നു നേരത്തെ, അത് കോമൺ കാർട്ട് കൊടുത്തു. കോമൺ ഹോം ഇൻഡെക്സിൻ്റെ ആണ്, കോമൺ അണ്ടർസ്കോർ കാർട്ട് ഞാൻ കാർട്ടിൻ്റെ കൊടുക്കുകയാണ്. അത് urls.py എന്ത് ചെയ്തു, ഇവിടെ സെറ്റ് ചെയ്ത്. ഇനി എന്ത് സെറ്റ് ചെയ്യണം, വ്യൂസും കൂടി സെറ്റ് ചെയ്യണം. കാരണം കോമൺ അണ്ടർസ്കോർ കാർട്ട് എന്നുള്ള ഫംഗ്ഷൻ എന്താണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നേരെ വ്യൂസിൽ പോയിട്ട് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അങ്ങനെ വ്യൂസിൽ പോയി വ്യൂസ് വന്നിട്ട് എന്ത് ചെയ്യാണ്, നേരത്തെ index.html ചെയ്ത അതേ ഫയൽ കോപ്പി ചെയ്തിട്ട് ഒന്നുകൂടി പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യും, കോമൺ അണ്ടർസ്കോർ ഹോം എന്നുള്ളത് നമ്മൾ കൊടുത്തത് എന്താണ്, കാർട്ടുണ്ട് കോമൺ അണ്ടർസ്കോർ കാർട്ടാണ് കൊടുത്തത്. അതായത് കോമൺ അണ്ടർസ്കോർ കാർട്ടാക്കി. ദെൻ റിക്വസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, കോമൺ ടെമ്പിൾ index.html അല്ല നമുക്ക് വേണ്ടത്, കോമൺ ടെമ്പിൾ cart.html ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ പുതിയ ഉണ്ടാക്കി cart.html ആണല്ലോ അല്ലേ, കാർട്ട് എന്ന് വിളിക്കുമ്പോൾ cart.html വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താക്കി, index.html മാറ്റി cart.html മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. CMD പോയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ റൺ സെർവർ പൈത്തൺ manage.py റൺ സെർവർ വെച്ചിട്ട് റൺ ചെയ്ത് നോക്കുകയാണ്. ഒരു എററും ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലോക്കൽ ഹോസ്റ്റിൻ്റെ അഡ്രസ്സും പോർട്ട് നമ്പർ വരും. ഓക്കെ, ഒരു എററും കാണിക്കുന്നില്ല, ലോക്കൽ ഹോസ്റ്റിൻ്റെ അഡ്രസ്സും പോർട്ട് നമ്പർ വന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, എസ്റ്റോർ പോയി കോപ്പി ചെയ്ത് ബ്രൗസറിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, നേരെ പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കാർട്ട് എന്ന് അടിച്ചു നോക്കുക. ഓക്കെ, ഫോർവേഡ് സ്ലാഷ് വെച്ചിട്ട് കാർട്ട് എന്ന് അടിച്ചു. കാർട്ടാണ് നമ്മൾ പേജ്. ഓക്കെ, വർക്കിംഗ് ആണ്. കാർട്ടും എന്താണ്, വർക്കിംഗ് ആണ്. അപ്പോൾ ഇൻഡെക്സ് അടിക്കുമ്പോൾ ഇൻഡെക്സും വരുന്നുണ്ട്, ആ അഡ്രസ് ബാറിൽ കാർട്ട് എന്ന് അടിക്കുമ്പോൾ കാർട്ടും വരുന്നുണ്ട്, രണ്ടും വർക്കിംഗ് ആണ്. ഇനി ഇതിന് തമ്മിൽ കണക്ട് ചെയ്യാണ്. ഇനി ഇൻഡെക്സിലുള്ള കോമൺ ഹോം പേജ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ കാർട്ടിലേക്ക് പോകണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻഡെക്സിലെ കോമൺ ഹോം പേജിൻ്റെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാർട്ടിലേക്ക് പോകണം. ആ രണ്ട് തമ്മിൽ എന്ത് ചെയ്യാണ്, ലിങ്ക് ചെയ്യാണ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ ലിങ്ക് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലിങ്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഈ കോമൺ എന്നുള്ള ഒരു ആപ്പിൻ്റെ പേര് നമ്മൾ കൊടുത്താണല്ലോ, ഇവിടെ ആപ്പ് നെയിം സെറ്റ് ചെയ്യണം. കോമണിൻ്റെ urls.py പോയിട്ട് അതിൻ്റെ ആപ്പ് നെയിം നമ്മൾ സെറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, കോമണിൻ്റെ urls.py പോയിട്ടാണ് ആപ്പ് നെയിം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആപ്പ് നെയിം app_name ഈക്വൽ ടു, ഞാനിവിടെ എന്താണ് ജസ്റ്റ് കോമൺ എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ മനസ്സിലാൻ വേണ്ടി എല്ലാം ഒരേ യൂണീക്ക് ഫോർമാറ്റിൽ കൊടുത്താൽ ഇവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഞാൻ കോമൺ എന്ന് ആപ്പ് നെയിം കോമൺ എന്ന് തന്നെയാണ് കൊടുക്കുകയാണ്. ദെൻ URL പാറ്റേണിൽ വരുമ്പോൾ ഇപ്പോൾ ഇൻഡെക്സും കാർട്ടും ഉള്ളത്, ഇതിനും നമ്മൾ എന്തെങ്കിലും നെയിം ഇവിടെ സെറ്റ് ചെയ്യണം. ഇൻഡെക്സ് കാർട്ടിനും ഒരു നെയിം സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇൻഡെക്സിന് എന്ത് ചെയ്യാണ്, നമ്മൾ നെയിം സെറ്റ് ചെയ്യാണ്. index.html എന്നുള്ള പേജിന് ഒരു എന്താണ് ഒരു നെയിം സെറ്റ് ചെയ്യണം. അപ്പോൾ നെയിം ഈക്വൽ ടു കോമൺ അണ്ടർസ്കോർ ഹോം എന്നതിനാണ് ഞാൻ കൊടുക്കുന്നത് ഇവിടെ. ഓക്കെ, ഒരു എളുപ്പത്തിന് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് നെയിം കൊടുക്കാം, ആ നെയിം വെച്ചിട്ട് തന്നെ കോൾ ചെയ്യണമെന്നുള്ളൂ. അവർ പിന്നെ ഈസി ആവാൻ വേണ്ടി എന്ത് ചെയ്യാണ്, നെയിം ഈക്വൽ ടു കോമൺ അണ്ടർസ്കോർ ഹോം എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാണ്, സിംഗിൾ കോട്സിൽ കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ അതിന് ശേഷം വീണ്ടും നമുക്ക് എന്താണ്, കാർട്ടിനും പേര് കൊടുക്കണം. കാരണം കോമൺ എന്നുള്ള പേജിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കാർട്ടിലേക്കാണല്ലോ പോകേണ്ടത്. അപ്പോൾ അതിനും നെയിം ഈക്വൽ ടു cart_home എന്നുള്ള സിംഗിൾ കോട്സിൽ കൊടുത്ത് അതിനും നെയിം കൊടുക്കുകയാണ്. അപ്പോൾ അതിനായി രണ്ടിനും ഓരോ നെയിമുകളായി, കോമൺ അണ്ടർസ്കോർ ഹോമും അതുപോലെ തന്നെ കോമൺ അണ്ടർസ്കോർ കാർട്ടും രണ്ട് നെയിമുകളായി. ഇനി എന്ത് ചെയ്യണം, index.html പോകണം. കാരണം index.html ആണല്ലോ കോമൺ ഹോം ഹോം പേജ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കാർട്ടിലേക്ക് വരേണ്ടത്. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, index.html പോവുക. അതിലെന്തുണ്ട്, കോമൺ ഹോം പേജ് ഉണ്ട്, അവിടെ എന്ത് ചെയ്യണം, ലിങ്ക് കൊടുക്കണം. ലിങ്ക് കൊടുക്കുക, നമുക്കറിയാം ആങ്കർ എന്നുള്ള ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ള HTML. href കൊടുത്തു. അതിന് എന്ത് ചെയ്യണം, ലിങ്ക് സെറ്റ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്തിട്ട് കോമൺ ഹോം പേജിൻ്റെ അപ്പുറത്ത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ href കൊടുക്കുകയാണ്. href പറഞ്ഞാൽ ലിങ്കാണ് കൊടുക്കേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്.
അതിന് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. 2 കേളി ബ്രാക്കറ്റ് കൊടുക്കുക, 2 പെർസെൻറ്റേജും കൊടുക്കുക. ഏറ്റവും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അങ്ങനെ ഉണ്ടാകുക. കേളി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ്, ദെൻ ലാസ്റ്റിൽ പെർസെൻറ്റേജ് കേളി ബ്രാക്കറ്റ്. അതിനുള്ളിൽ URL സെറ്റ് ചെയ്യാണ്. URL സ്പേസ് സിംഗിൾ കോഡ്സിൽ ആദ്യം കൊടുക്കേണ്ടത് ഏതാണോ ആപ്പ്, ഏത് ആപ്പിലേക്കാണ് പോകേണ്ടത്, ആപ്പ് നെയിം എന്താ, കോമൺ ആണ്. അപ്പോൾ ഏത് ആപ്പിലേക്കാണ് പോകേണ്ടത് കൊടുക്കുക. അപ്പോൾ കോമൺ എന്നുള്ളതാണ് ആപ്പ്, കോമൺ കോളൻ. ഓക്കെ, കോമൺ കോളൻ. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, കാർട്ടിലേക്കാണ്. കാർട്ടിൻ്റെ നെയിം എന്താണ്, common_cart. ഓക്കെ, അപ്പോൾ കോമൺ കോളൻ common_cart. അപ്പോൾ ആപ്പ് നെയിം കോളൻ പേജ് നെയിം, ഏത് പേജിലേക്കാണ് പോകേണ്ടത് ആ നെയിം അതാണ് കൊടുക്കുന്നത്. അപ്പോൾ common_cart ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീണ്ടും ഈ പ്രോഗ്രാം എന്ത് ചെയ്യാം, റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇൻഡെക്സിൽ കോമണിലെ ഇൻഡെക്സും കാർട്ടുമാണ് കണക്ട് ചെയ്യിപ്പിക്കുന്നത്. വീണ്ടും സെർവർ റൺ ചെയ്തപ്പം എററുകളൊന്നുമില്ല, കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. പിന്നെ IP അഡ്രസ്സ് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ എൻ്റർ അടിക്കുക. ഇൻഡെക്സ് കൊടുക്കണം, ഇൻഡെക്സ് /index എന്ന് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, കോമൺ ഹോം പേജിന് എന്ത് വന്നിട്ടുണ്ട്, ലിങ്ക് വന്നിട്ടുണ്ട്. കളറും മാറുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തിലേക്ക് പോകുന്നുണ്ട്, കാർട്ടിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അഡ്രസ് ബാറിൽ നോക്കിയാൽ മതി. കോമൺ ഹോം പേജ് എന്നുള്ള ഇൻഡെക്സ് ആണ്. ഈ കോമൺ ഹോം പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ മുകളിൽ നോക്കിയാൽ മനസ്സിലാവും കാർട്ടിലേക്ക് പോയി. ഓക്കെ, കാർട്ടിലേക്ക് പോയി. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 പേജുകളും തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരേ ആപ്പിലെ 2 പേജുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഇനിയും നമുക്ക് കാണാം. താങ്ക് യു.